ബഹിരാകാശ നിലയത്തിൽ നിന്ന് പകർത്തിയ ചന്ദ്രൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ച് ശുഭാംശു ശുക്ല. നാളെ ചന്ദ്രദിനമാണ്. നിങ്ങളിൽ ഒരാൾ ചന്ദ്രനിൽ നിന്ന് പകർത്തുന്ന ഭൂമിയുടെ ചിത്രം കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ശുഭാംശു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സയൻസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി പ്രജിൻ സി കണ്ണൻ ചെയ്യുന്നു. പ്രജിൻ, യഥാർത്ഥത്തിൽ ഈ നാളെ ചാന്ദ്രദിനം പ്രമാണിച്ച് പങ്കുവച്ചത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. തീർച്ചയായിട്ടും എസ് കെ, നിലവിൽ ശുഭാംശു ശുക്ല വീണ്ടും ഇപ്പോഴും ഹ്യൂസ്റ്റണിലുള്ള പുനരധിവാസ കേന്ദ്രത്തിലാണ്. കാരണം 18 ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷം മടങ്ങിയെത്തിയ ശേഷമുള്ള ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഇപ്പം കടന്നു പോവുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ അനുഭവങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളുടെ ഓരോ ദിവസവും ഇങ്ങനെ പുതിയ പുതിയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലാണ് നാളെ ചാന്ദ്രദിനമാണ്, അതുമായി ബന്ധപ്പെട്ട് ചില പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു പുതിയ പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ അവിടെ ISS ഉണ്ടായിരുന്ന സമയത്ത് പകർത്തിയ ചില ചിത്രങ്ങൾ, ചന്ദ്രൻ്റെ പല ആംഗിളുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. അത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ എനിക്ക് പിറകിലുള്ള ചിത്രത്തിൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കാണാം. അത് അവിടെയുള്ള ഒരു 7 വിൻഡോ ക്യുപ്പോള എന്ന് പറയും. അത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഒരു പ്രത്യേക മൊഡ്യൂളാണ്. അവിടെ നിന്നാണ് പുറത്തേക്കുള്ള നല്ല ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ ലഭിക്കുക. അവിടെ വെച്ച് പകർത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ശുഭാംശു പങ്കുവച്ചിരിക്കുന്നത്. അതുകൂടി പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ചന്ദ്രനെ പല പല ആംഗിളുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയിൽ നിന്നതിനേക്കാൾ വ്യത്യസ്തമായി വേറൊരു ആംഗിളിലാണ് ആ ചിത്രങ്ങളെല്ലാം പകർത്തിയിരിക്കുന്നത്. ഇത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ചന്ദ്രനിൽ അവിടെ ചന്ദ്രൻ്റെ ചിത്രങ്ങൾ പകർത്തുന്നതിന് മുൻപ് ഈ പറയുന്ന 7 വിൻഡോ ക്യുപ്പോളിൽ ഇരുന്നുകൊണ്ടാണ് ചിത്രങ്ങൾ പകർത്തിയത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, ചന്ദ്രൻ വിദൂരതയിൽ കാണാം. പക്ഷേ അതിൽ കൃത്യമായ ചില പ്രതീക്ഷകൾ കൂടി എഴുതി ചേർത്തിട്ടുണ്ട് ശുഭാംശു. എനിക്ക് ആവശ്യം, ഞാൻ ആഗ്രഹിക്കുന്നത് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ പകർത്തിയിരിക്കുന്ന ഒരു ചിത്രം. അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ ഒരാൾ എപ്പോഴെങ്കിലും അത് സാധ്യമാക്കും, നമുക്കൊന്നു ചേർന്നത് സാധ്യമാക്കണം എന്ന വളരെ പോസിറ്റീവായിട്ടൊരു പ്രതീക്ഷയാണ് ശുഭാംശു ശുക്ല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. അതുടൻ ഉണ്ടാകട്ടെ എന്നുകൂടി ശുഭാംശു പറയുന്നുണ്ട്. എന്തായാലും 1 മാസത്തിന് ശേഷം മാത്രമായിരിക്കും ഇന്ത്യയിലേക്ക് ശുഭാംശു മടങ്ങിയെത്തുക. കാരണം ഈ ഭൂമിയുടെ ഗുരുത്വ ബലവുമായി ബന്ധപ്പെട്ട് അതുമായി ഒന്ന് പൊരുത്തപ്പെടാനുള്ള ട്രെയിനിങ്ങിലൂടെ ഇപ്പോഴും കടന്നുപോവുകയാണ്. അടുത്ത മാസം 2ാം വാരത്തോടുകൂടി ഇന്ത്യയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു ശുഭാംശുവിനെ. താങ്ക് യു പ്രജിൻ സി കണ്ണൻ.